road. Welcome back to Pro Rider. ഹായ്, ഹരി സംസാരിക്കുന്ന പ്രോ റൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മഹീന്ദ്ര മോജോനെ പറ്റി കുറെ അധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. വീണ്ടും അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതിൽ അർത്ഥം മഹീന്ദ്ര മോജോ ഒരു മുങ്ങിപ്പോയ ടൈറ്റാനിക്കാണ്. കുറച്ചു പേരെങ്കിലും ടൈറ്റാനിക്കിനെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാരാണ്? ഒന്നാമത്തെ കേസ്, കമ്പനി വേണ്ട രീതിയിൽ ഒരു മാർക്കറ്റിംഗ് നൽകിയിട്ടില്ല. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം, സർവീസ് സെന്ററിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അന്നും ഇന്നും കേരളത്തിൽ ഇതിന്റെ സർവീസ് സെന്റർ വളരെ കുറവാണ്. ഈ പറഞ്ഞതിൽ എത്ര സർവീസ് സെന്റർ സർവൈവ് ചെയ്യുന്നുണ്ട്? എന്തിനേറെ പറയുന്നു, കമ്പനി പൂട്ടിയത് ജാവ എസ്റ്റിയിലോട്ട് മെർജ് ചെയ്ത കാര്യം പോലും പലരും അറിഞ്ഞിട്ടില്ല. സർവീസ് സെന്ററിന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ. നമ്മൾ മോട്ടോർ സൈക്കിൾ സർവീസ് ചെയ്യാനായിട്ട് സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത സർവീസ് സെന്റർ പൂട്ടിയ കാര്യമാണ്. കൊച്ചിയിൽ എന്റെ വണ്ടി സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററിന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതായത് തന്ത്രപ്രധാന നീക്കങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചു വീഴ്ത്തി എന്നുള്ള വാർത്ത കേൾക്കുന്ന പോലെ സ്വാഭാവികമായി ഒരു സർവീസ് സെന്റർ പൂട്ടുമ്പോൾ അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് അറിയിക്കേണ്ട ബാധ്യത അതുപോലും ഇവന്മാര് ചെയ്തില്ല. എന്തിന് മോജോ ട്രൈബിലെ അഡ്മിന്മാർ അറിഞ്ഞിട്ട് പോലും അക്ഷരം പോലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവന്മാരും മിണ്ടിയില്ല. പിന്നെ ക്ലബിലെ മെമ്പേഴ്സിനെ സർവീസ് സെന്റർ പൂട്ടിയവരെ അറിയിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. വർഷത്തിലൊരിക്കൽ റൈഡ് പോകുമ്പോൾ ആക്റ്റീവ് ആവുന്ന ഒരു ക്ലബ്ബ്, അതായത് മഹീന്ദ്ര ബ്രാൻഡ് മരണപ്പെട്ടതിന് ശേഷം മൂകാവസ്ഥയിൽ ഇരിക്കുന്ന ഗ്രൂപ്പ് വർഷത്തിലൊരിക്കൽ റൈഡ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഇവര് തുടർന്നു പോകുന്നു. താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഒരു ആചാരം പോലെ. കൊച്ചിയിൽ 2 സർവീസ് സെന്റർ തന്നെ, ഒന്ന് ആലുവയിലും പത്തടിപ്പാലത്തും. ഇതിൽ പത്തടിപ്പാലത്തെ സർവീസ് സെന്റർ പൂട്ടിയല്ലോ. ആലുവയിൽ ഞാൻ വണ്ടി മേടിച്ച സർവീസ് സെന്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവന്മാരുടെ വിചാരം അവന്മാര് റിപ്പയർ ചെയ്യണം മഹീന്ദ്ര മോജോ എന്നൊന്ന് 2 വീലർ അല്ല, ചന്ദ്രനിലോട്ട് പോകുന്ന റോക്കറ്റ് റിപ്പയർ ചെയ്യുന്ന പോലാണ്. നമ്മൾ ആരും മോട്ടോർ സൈക്കിൾ കണ്ടിട്ടില്ല, അവന്മാര് മാത്രമേ മോട്ടോർ സൈക്കിൾ കണ്ടിട്ടുള്ളൂ. ആ രീതിയിലുള്ള വർത്താനമാണ് അവന്മാർ. ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡിനെടുത്ത് നമുക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. ഒന്ന് കമ്പനി ഇല്ല, ഒന്ന് ഈ മോഡലും ഇല്ല. ഒന്ന് കമ്പനി ജാവയായിട്ട് മെർജ് ചെയ്യാതെ സ്റ്റിൽ ഇപ്പൊ റണ്ണിങ് ആയിരുന്നെങ്കിൽ അവരുടെ സെയിൽസിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും സർവീസ് ബെറ്റർ ആക്കാൻ അവർ ശ്രമിച്ചേനെ. ഒന്ന് കമ്പനി ഇല്ല, ഒന്ന് മോഡലും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആരോട് പരാതിപ്പെടും? രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രീമിയം മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ലോക്കൽ വർക്ക്ഷോപ്പുകാർ ഇത് സർവീസ് ചെയ്യും. എന്തിനാണ് റിസ്ക് എടുത്ത് തലേ വെക്കുന്നത്? ഒന്നാമത്തെ കേസ്, പാർട്സ് അവൈലബിൾ ആയിട്ടുള്ള ഹീറോന്റെ സ്പ്ലെൻഡർ പോലുള്ള മോട്ടോർ സൈക്കിൾ അവർക്ക് സർവീസിന് അവൈലബിൾ ആണ്. ഒന്ന് സർവീസ് സെന്റർ കുറവും പാർട്സ് അവൈലബിലിറ്റിയും കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ മോട്ടോർ സൈക്കിൾ എന്തിന് സർവീസ് ചെയ്യണം? ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആലുവയിലുള്ള SK മോട്ടോഴ്സിന്റെ സർവീസ് സെന്ററിൽ നിന്ന് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കമ്പനി പൂട്ടിപ്പോയതും സ്പെയർ കിട്ടാത്തതുമായ മോട്ടോർ സൈക്കിൾ പരമാവധി വാങ്ങാതിരിക്കും. നിങ്ങൾ തന്നെയാണ് ഈ മോട്ടോർ സൈക്കിൾ റിപ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള മോഡലുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. നിലവിൽ ഇപ്പൊ മഹീന്ദ്ര മോജോയ്ക്ക് ആലുവയിലുള്ള SK മോട്ടോഴ്സ് നിന്ന് ഒറ്റ സർവീസ് സെന്റർ നിലവിലുള്ളൂ. നിലവിൽ മഹീന്ദ്ര മോജോന്റെ ക്ലാസിക് മോട്ടോഴ്സ് നിന്ന് സർവീസ് സെന്റർ ആൾറെഡി പൂട്ടിയല്ലോ. പൂട്ടിപ്പോയ സർവീസ് സെന്ററിന് പകരമായിട്ട് ഈ വർഷം മൂന്നാർ വെച്ച് നടന്ന മീറ്റപ്പില് റൈഡ് കോർഡിനേഴ്സ് പറഞ്ഞ കാര്യം, കൊച്ചിയിലെ പുതിയൊരു സർവീസ് സെന്റർ ഓപ്പൺ ചെയ്യാനായിട്ട് തങ്ങൾ ശ്രമിക്കുന്നു. ഇവർ നമുക്ക് നൽകിയ വാക്കിന്റെ പുറത്താണ് മോട്ടോറെക്സ് മൊബിലിറ്റി LLP എന്ന് പറഞ്ഞ പുത്തൻ പുതിയ സർവീസ് സെന്റർ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് വരുന്നത് മഞ്ഞുമൽ പള്ളിയും ധ്യാന കേന്ദ്രത്തിനടുത്താണ്. ഇവിടുത്തെ തമാശ എന്തെന്ന് വെച്ചാൽ, മോജോ ഓണേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു സർവീസ് സെന്റർ ഓപ്പൺ ആയിട്ട് മോജോ ട്രൈബിനെ പ്രതിനിധിച്ച് കൊച്ചി മോജോ ട്രൈബിന്റെ അഡ്മിൻ മാത്രമാണ് ആകെ വന്നത്. പിന്നീടുള്ള വ്യക്തി ഞാനാണ്. ഈ സർവീസ് സെന്റർ ഓപ്പൺ ആവണേന് മുന്നേ തന്നെ എന്റെ വണ്ടി ഞാൻ കൊടുത്തിരുന്നു. എന്തുകൊണ്ട് ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ അറിയേണ്ടവർക്ക് ഈ കഥയ്ക്ക് ഒരു അവസാനം വേണം. ഈ കഥ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. മറ്റൊരാൾക്കും ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാത്ത വ്യക്തികളാണ്. എനിക്കറിയാം ഈ കഥ ഒരിക്കലും ശുഭമായിട്ട് അവസാനിക്കില്ല. എന്തുകൊണ്ട് തന്നെ ഈ കഥ ഞാൻ ശുഭമായിട്ട് അവസാനിപ്പിക്കുക. മുങ്ങാൻ പോകുന്ന വള്ളത്തെ ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ബോട്ട് മുങ്ങാതിരിക്കാൻ കൂട്ടായ പ്രയത്നം അത്യാവശ്യമാണ്. കൂട്ടായ പ്രയത്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോട്ട് മുങ്ങുക തന്നെയും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം രക്ഷപ്പെടുകയേ മാർഗമുള്ളൂ. മോജോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സർവീസ് സെന്റർ തുടങ്ങിയിട്ട് മോജോന്റെ ഒറ്റ മനുഷ്യൻ പോലും ഇവിടെ എത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പൊക്കോണ്ടിരിക്കും ഞാൻ എന്തിന് മോജോ കയ്യിൽ വെക്കണം? മഹീന്ദ്രയുടെ ആൾക്കാർ ഇവിടെ ഭദ്രദീപം തെളിക്കുമ്പോഴാണ് മോജോന്റെ സർവീസ് സെന്റർ ആണെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് തോന്നുന്നത്. മുകളിലത്തെ നിലയിൽ മോജോന്റെ 2 മോട്ടോർ സൈക്കിൾ സർവീസിന് കയറ്റിയതല്ലാതെ പുറത്ത് ഒറ്റ മോജോ ബൈക്ക് ഇല്ല. സത്യം പറഞ്ഞ ഇത് മഹീന്ദ്ര മോജോയ്ക്ക് വേണ്ടി തുടങ്ങിയ സർവീസ് സെന്റർ അല്ലേ, മറ്റേതെങ്കിലും ബൈക്കിന് വേണ്ടി തുടങ്ങിയ സർവീസ് സെന്റർ ആണ്? എപ്പോൾ എന്നുവരെ സംശയിച്ചു പോകും. മോജോ മോട്ടോർ സൈക്കിളിന്റെ സർവീസ് മാത്രം ചെയ്തുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ
നഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ആരും വാങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചൈനീസ് CVയുടെ ഷോറൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ. അവർക്കും ജീവിക്കേണ്ട ഒരു മോജോ മോട്ടോർസൈക്കിളിന്റെ സർവീസ് സെന്റർ ആയിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? മറ്റ് മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഇവിടെ സർവീസ് ചെയ്യാവുന്നതുമാണ്. അത് കൂടാതെ തന്നെ മഹീന്ദ്രയുടെ സബ് ബ്രാൻഡായ ക്ലാസിക് ലെജൻസിന്റെ ജാവ, ST, BSA എന്നീ ബ്രാൻഡുകൾ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ജാവയ്ക്കും STക്കും വേണ്ടിയുള്ള സ്പെയർ പാർട്സുകൾ ഇവിടെ ലഭ്യമാണ്. നിലവിൽ മോജോയ്ക്കും ഇതിന്റെ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. നിലവിൽ മോട്ടോർ സൈക്കിൾ സർവീസിനായിട്ട് 2 ബേ ആണ് ഉള്ളത്. അത് രണ്ടിലും മോജോ കയറ്റി വെച്ച ഈ സർവീസ് സെന്ററിന് ബോഷുമായിട്ട് ഒരു കൊളാബറേഷനും ഉണ്ട്. ഈ സർവീസ് സെന്റർ വരുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങോട്ട് എങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ എത്തിക്കണേന്ന് പലർക്കും സംശയമുണ്ട്. ലിഫ്റ്റിലൂടെ തന്നെയാണ് മോട്ടോർ സൈക്കിൾ മുകളിലോട്ട് എത്തിക്കുന്നത്. താഴെ 2 മോട്ടോർ സൈക്കിൾ സർവീസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് മഹീന്ദ്ര മോജോ. നിലവിൽ ഇവിടെ മോട്ടോർ സൈക്കിൾ സർവീസ് ചെയ്യാനായിട്ട് 2 ബേ ആണ് ഉള്ളത്. 3 ബേ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിലവിൽ മഹീന്ദ്ര മോജോ കൂടാതെ പുറത്തുനിന്നുള്ള വണ്ടികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മോട്ടോർ സൈക്കിൾ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവയിൽ ചിലപ്പോൾ ഒരു ബേയും കൂടി ആഡ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടാകും. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ഈ സർവീസ് സെന്ററെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം മോജോ ഓണേഴ്സിനാണ്, എനിക്കല്ല. എന്തായാലും ഈ ഡീലർഷിപ്പിന്റെ ഉദ്ഘാടന ദിവസം നിങ്ങൾക്ക് ഒരു ഓളം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. മോജോ ഓണേഴ്സ് ഈ സർവീസ് സെന്റർ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയോടെ ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അരിസി മീഡിയ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിനകത്തും വ്യത്യസ്തമായ വീഡിയോസ് വരുന്നതാണ്.